ബുർഖ ധരിക്കുന്ന ഭാര്യയെയും സഹോദരിമാരെയും ഒക്കെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നു. അത് തെറ്റാകുമോ? അതിൻ്റെ പേരിൽ ഞാൻ അവിശ്വാസിയായി പോകുമോ? ബുർഖ നിരോധനത്തെ കൊണ്ട് അതിനെ മുസ്ലിം സംഘടന എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിജാബ് ധരിക്കുന്നതിനെ അല്ലല്ലോ വിലക്കുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം, ഹിജാബ് ധരിക്കാൻ തയ്യാറുള്ള സ്ത്രീകളെ ഭർത്താക്കന്മാർ ബുർദ ധരിക്കാൻ നിർബന്ധിക്കുന്നത് ശരിയാണോ? തനിക്ക് താല്പര്യമില്ലാത്ത ഭാര്യ അത് ധരിക്കുന്നത് ഭാര്യയ്ക്കോ ഭർത്താവിനോ പ്രതിഫലം ലഭിക്കുമോ? ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് വസ്വാസുള്ള സ്ത്രീകൾ ബുർഖ ധരിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടുമോ എന്ന് ഭയന്ന് വസ്വാസ് കൊണ്ട് നടക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ? 3-4 ചോദ്യങ്ങൾ ഒരേ വിഷയത്തിലാണ് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾ വരാനുള്ള കാരണം അടുത്ത കാലത്തായി ഒരു ഇസ്ലാമിക കോളേജിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജിൽ നിന്നും അവിടുത്തെ മേലധികാരികൾ പെൺകുട്ടികൾക്ക് അത്തരത്തിലുള്ള വസ്ത്രം പാടില്ല, അത് കേവലം പർദ്ദയാണോ അതല്ല നിഖാബാണോ അവർ ഉദ്ദേശിച്ചെന്നറിയില്ല, പാടില്ല എന്ന് പറഞ്ഞു. അതിൽ ചർച്ചയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഇത്ര ചോദ്യങ്ങൾ കൂടുതലായി വരാൻ സാധ്യത. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ പല പ്രയോഗങ്ങളുമുണ്ട്. അതിലൊന്നാണ് പർദ്ദ. പർദ്ദ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ രൂപത്തിലുള്ള ഒരു മാക്സി പോലെ അതിനേക്കാൾ അല്പം വലുപ്പത്തിലുള്ള കുറച്ച് അധികം കറുത്ത നിറത്തിലുള്ള പർദ്ദ എന്നർത്ഥം. ഖുർആനിൽ ജിൽബാബ് എന്ന് പറയുന്നത് ശരീരം മൊത്തം മൂടുന്ന വസ്ത്രത്തിന് പറയുന്നുണ്ട്. അതുപോലെ ബുർക്ക എന്ന് പറയാം, ഹദീസിൻ്റെ ഭാഷയിൽ ബുർക്കു എന്നാണ്, അയിനും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ബുർക്ക എന്ന് പറയും. ബുർക്കു എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്ന വസ്ത്രം, അത് തന്നെ കണ്ണ് മാത്രം കാണുന്ന രൂപത്തിൽ മുഖം മറക്കുന്ന വസ്ത്രം. മറ്റൊന്ന് ഖിമാർ, തല മൂടുന്ന വസ്ത്രം, ഖിമാർ മക്കന എന്ന രൂപത്തിലുള്ള വസ്ത്രം. ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തം, പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള ഒരു ചർച്ച സ്ത്രീ മുഖം മറക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നാണ്. അത് ബുർക്കയാകട്ടെ, ജിൽബാബാകട്ടെ, പർദ്ദയാകട്ടെ, ഖിമാറാകട്ടെ, മുഖം മറക്കേണ്ടതുണ്ടോ ഇല്ലയോ? അതിൽ ഇസ്ലാമിക ലോകത്തെ വലിയ ഒരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീ മുഖം മറക്കണം എന്ന് തന്നെയാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീ മുഖം മറക്കൽ നിർബന്ധമില്ല, ഒരു വാജിബ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ സ്ത്രീ മുഖം മറക്കലാണ് ഏറ്റവും ഉത്തമവും നല്ലതുമെന്ന്. ഇനി മൂന്നാമതൊരു വിഭാഗം ആളുകൾ, അതായിരിക്കും ചോദ്യത്തിൽ പലപ്പോഴും വന്നിരിക്കുക, അധിക ചോദ്യവും, അത് പാടില്ലാത്തതാണ്, അതൊരു മോശമാണ്, പാടില്ല, ഒരു മുഖം മറക്കൽ ഹറാമാണ് എന്ന രൂപത്തിൽ. അതാണല്ലോ മാനേജ്മെൻറ്റ് പറഞ്ഞ മുഖം മറക്കാൻ പാടില്ല, അങ്ങനെ വിദ്യാർത്ഥികൾ വരാൻ പാടില്ല. ഏതായത് ഈ മൂന്നാമത്തെ ചിന്ത, അതായത് മുഖം മറക്കുക അത് അനിസ്ലാമികമാണ്, മുഖം മറക്കൽ ഹറാമാണ്, മുഖം മറക്കാൻ പാടില്ല. ചില ആളുകൾ മുഖം മറച്ചു കഴിഞ്ഞാൽ പല കള്ളത്തരങ്ങളും വന്നുകൂടെ, പുരുഷന്മാർ മുഖം മറച്ച് വന്ന് സ്ത്രീയെ, അങ്ങനെ പല, അതിപ്പോൾ ഏതൊരു കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ സാധിക്കും. പള്ളിയിലേക്ക് കയറുക നിസ്കരിക്കുക എന്നുള്ള പേരിൽ എന്തെല്ലാം വേണ്ടാവൃത്തികൾ ചെയ്യാൻ സാധിക്കും, മോഷ്ടിക്കാൻ കഴിയില്ലേ? ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ച് നിസ്കരിക്കാൻ വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് പള്ളി അടച്ചിടുക പാടുണ്ടോ? അപ്പോൾ അതൊരിക്കലും ചിന്തിക്കണം. ഈ ഒരു മൂന്നാമത് ചിന്താഗതി, സ്ത്രീ മുഖം മറക്കൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇങ്ങനെ ചില വസ്വാസുള്ള ആളുകൾ ഇസ്ലാമിനൊന്ന് മോഡലായി അവതരിപ്പിക്കണം എന്ന് തോന്നുന്ന ആളുകൾ പറയുന്നതാണ്. ഇനി അതിനൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കൽ അതാണ് ഏറ്റവും നല്ലത് എന്നതിന് നിരവധി പ്രമാണങ്ങൾ, തെളിവുകൾ കാണുവാൻ സാധിക്കും. ഒന്നും വേണ്ട, സ്ത്രീ സുരക്ഷിതത്വം അത് ഇസ്ലാം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതാണല്ലോ. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ മുഖ്യ ഭാഗം എന്ന് പറയുന്നത് മുഖമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലത് മറച്ചു എന്നത് എന്താണ് അതിൽ തെറ്റുള്ളത്? ഇനി എല്ലാ ആളുകൾക്കും മനസ്സിലായി, ഞാൻ ഓരോ അതിൻ്റെ ആയത്തുകളും ഹദീസുകളും എടുത്ത് പരിശോധിക്കുന്നില്ല. ഇപ്പം നോക്കി നിങ്ങൾ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹാബി വന്നുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പാടില്ലാത്ത ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ വലാ തൽബിസ്, നീ ധരിക്കാൻ പാടില്ല, അസ്സറാവീൽ ഖമീസ വലസ്സറാവീല, കുപ്പായം ധരിക്കാൻ പാടില്ല, പാൻറ്റ് പോലുള്ള ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, അതേപോലെ ഖുഫ മേൽജോളി ധരിക്കാൻ പാടില്ല, ബുർനുസ് തലയും, പുരുഷന്മാർ തലയും ശരീരം മൊത്തത്തിൽ മൂന്ന്, അപ്പം മൊറോക്കോക്കാരൊക്കെ ഉള്ള ഡ്രസ്സ് അത് ധരിക്കാൻ പാടില്ല, തൊപ്പിയുള്ള തരത്തിലുള്ള തൊപ്പി, ആ തൊപ്പിയുള്ള രൂപത്തിൽ.
അത് പറഞ്ഞ ശേഷം അതേപോലെ തന്നെ സുഗന്ധമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കുഫാസ് എന്നാൽ കൈയുറ ധരിക്കാൻ പാടില്ല. പിന്നീട് പറഞ്ഞത് ആ ഹദീസിലുള്ളത് സ്ത്രീ പിന്നെ മുഖം മറക്കാൻ പാടില്ല എന്നാണ്. ഇഹ്റാമിൽ മുഖം മറക്കുക എന്നല്ല ആ ഹദീസിൻ്റെ പ്രയോഗത്തിലുള്ളത്. പിന്നെ ഈ ഏതായാലും ഒരു ഉദ്ദേശം മുഖം മറക്കുക. ഈ ഹിജാബ് ജിൽബാബ് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഒരു വാക്കാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നബി ആ ഒരു വസ്ത്രം പാടില്ല, ഇഹ്റാമിലായിരിക്കെ മുഖം മറക്കുന്ന രൂപത്തിലുള്ള ആ ഒരു പ്രത്യേക വസ്ത്രം പാടില്ല എന്ന് പറയുമ്പോൾ ഇഹ്റാമല്ല എങ്കിൽ സ്ത്രീകൾ സർവ്വസാധാരണമായി അത് ഉപയോഗിച്ചിരുന്നു എന്നും ഏറ്റവും ചുരുങ്ങിയത് അനുവദനീയമാണ് എന്നും ഇടയിൽ അത് പരക്കെ അറിയപ്പെട്ടിരുന്ന വസ്ത്രമായിരുന്നു എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഒരിക്കലും മുഖം മറക്കൽ ഒരു ഹറാമാണ് എന്ന് പറയാൻ യാതൊരുവിധ തെളിവുകളില്ല. ഏറ്റവും ശക്തമായ സുന്നത്താണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഫറളാണോ വാജിബാണോ അല്ലയോ എന്നുള്ളതിലാണ് പണ്ഡിതന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഉള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി.